അമ്മച്ചി സാധനം കുത്തിക്കീറി ഉണ്ടല്ലോ, നാളെ ബ്രസീലും പോർച്ചുഗലും വന്ന് ഞങ്ങളുടെ നെഞ്ചത്ത് കയറും. ആരോടാ സംസാരം? സോറി വാവച്ചെണ്ണ. ആരോടാ ചൂടാവുന്ന? ആരോടാ? സോറി വാവച്ചെണ്ണ. കേട്ടോ അവന്റെ സ്വന്തം അച്ഛനോട് പോലും സോറി പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു. അതാണ് ഞാനോടൊരു ബന്ധം. എടാ ആരോടാ ഈ കിടന്ന് തള്ളി കയറുന്ന തീ തുടങ്ങിയത്? ആരാടാ നീ? എടാ നിന്റെ അമ്മയാടാ അത്. ആലോചിച്ചേ, എടാ 10 മാസം കുതിരത്തിൽ നൊന്ത് പ്രസവിച്ച നിന്റെ തള്ളയാടാ. എടാ അമ്മയിലേക്ക് നീ ഉണ്ടാടാ. നിന്റെ സ്വഭാവം വെച്ച് നീ അമ്മയിലേക്ക് ജനിക്കും. നീ അത് വിട്. ഇവരുള്ളതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കണേ. ആണോ? ആ അമ്മയെ പറഞ്ഞു കേട്ടാ. എടാ നീ കേട്ടിട്ടില്ലേ, അമ്മയില്ലാതൊരു ദൈവമുണ്ടോ, ഇതിലും വലിയൊരു ഇതിലും ചെറിയൊരു. നിങ്ങളിവിടെ എന്നൊക്കെ കിടന്ന് പറഞ്ഞാലും ഇത് ഞാനിന്ന് വെട്ടിക്കീറിയിരിക്കും. അമ്മച്ചി ആരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് അമ്മച്ചിക്ക് അറിയാമോ? അർജന്റീന ഫാൻസിന്റെ സെക്രട്ടറിയും ഖജാൻജിയും നാട്ടിലെ പിള്ളേരുടെ രക്ഷകനുമായ വാവച്ചിയണ്ണൻ. ആ സാറാണ് ഈ സാറ്. ഈ സാറിനെ ഞാനൊന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെ കാണാൻ? എനിക്ക് തിരക്കാണ്, പല കാര്യങ്ങൾ തിരക്കാണ്. അതെ, നാറി നിന്റെ ജീവിതവും നായ നോക്കി. എന്തിനാണ് എന്റെ പോലെ ബാക്കിയുള്ള പിള്ളേരെ വഴി തെറ്റിക്കാനായിട്ട് നീ ഇങ്ങനെ നടക്കണത്? എടാ നിന്റെ ഒരു അനിയനുണ്ടായാലും ഒരു കാലൻ ബാലൻ എന്നെ കാലനായാലും കുറെ നാൾ ഇവൻ ഈ ചെറുക്കന്റെ കൂടെ ആയിരുന്നു. അവര് കണ്ടം കളി, ക്രിക്കറ്റ് കളി. ആ പുല്ലിപ്പ ജീവനോടെ ഉണ്ടോ ചത്തോ? അവൻ എന്നെ പറ്റിയ പറ. പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല. അയ്യോ എന്നാ പറ്റി? കട്ടിലെ ഒറ്റ കിടപ്പാ. അയ്യോ ആ കൊച്ചിന് എന്നാ പറ്റി പോലെ പറ്റിയതല്ല. പിന്നെ അവൻ ഈ വെറുതെ ഇരുന്ന് തിന്നിട്ടേ കൊളസ്ട്രോൾ എല്ലാം കൂടെ 1800 ആയി. അപ്പൊ അവന് കട്ടിലെ നിന്നേച്ചാ അവൻ ടൈല് പൊട്ടിക്കുമാറ് തറ വീഴും. ഒരു കൊതുവെങ്ങാനും അവനെ വന്ന് കുട്ടി അപ്പം ഒറ്റ പൊട്ട. അതുപോലെ കൊളസ്ട്രോൾ കയറി പെരക്കത്ത് കിടക്കും അവനെ. എന്നിട്ട് ഇവൻ ചെയ്ത വേല എന്തറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ അടുക്കളയിൽ നിന്ന് ഒരു മീൻ വറുത്ത കൂടുതലെടുത്തതിന് ഈ അനിയൻ അവൻ ഞങ്ങളുടെ അമ്മച്ചോട് പറഞ്ഞു കൊടുത്തന്നെ വടക്ക് വെപ്പിച്ചു. നിങ്ങളുടെ വീട്ടിൽ മീൻ വറുത്തതിനൊക്കെ വിഷയം നടക്കൂ? അവനുണ്ടാക്കും. ആണോ? പിന്നെ ഒരു മിച്ചറിനകത്ത് കിടക്കുന്ന കപ്പലണ്ടി ഇല്ലേ, അത് 3 എണ്ണം അവന് കൂടുതൽ കൊടുത്താൽ ഇന്ത്യ മഹാരാജ് അവൻ ഒറ്റ കൊടുക്കും. അങ്ങനെ പിന്നെ അവൻ അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, എടാ നിന്റെ ഒക്കെ വീട്ടിൽ ചോദിക്കാൻ തന്തേ തള്ളില്ലേ? ഇല്ലേ? വെറുതെ അവരെ പറപ്പിക്കണോ? ആംചി എന്നെ എന്ത് വേണേ പറഞ്ഞോ. പക്ഷെ എന്റെ ആംചിയൊന്നും പറയില്ല. കാരണം എന്റെ ആംചി രാത്രി എന്നില്ല പകലൊന്നില്ലാതെ പണിയെടുത്താ എന്നെ വളർത്തും. അങ്ങനെ എന്നെ പണിയാണോ നിന്റെ അമ്മച്ചിക്ക്? പകല് ഞങ്ങളുടെ അമ്മച്ചി തൊഴിലുറപ്പിന് പോകും, രാത്രി പെട്രോൾ പമ്പിൽ നിൽക്കും. പെട്രോൾ ഞങ്ങളുടെ അംചിയാ. നിങ്ങൾക്കറിയാവോ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ മുതുകാലൻ 10ാം ക്ലാസ്സിൽ 3ാമത്തെ പ്രാവശ്യം എടുത്ത് നിരങ്ങുവാ. നിർത്തിയേ മതിയായി. നിർത്തി കോള് വിട്ട് കേട്ടോ. ഇനി ക്ലാസ്മേറ്റ്സിന്റെ മക്കളോടുള്ള കമ്പനി നമ്മൾ വിട്ടടേ. അമ്മച്ചി അമ്മച്ചി ഇവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കല്ലേ അമ്മച്ചി? അമ്മച്ചി ആരാന്നോർത്ത് അമ്മച്ചി കുത്തിക്കയറത്? അമ്മച്ചി 5ാമത്തെ വയസ്സിൽ വളർച്ച അമ്മയുടെ ഇപ്പൊ രോഗം ബാധിക്കുന്നു. ലോകത്തുള്ള എല്ലാവരും പറയുന്നു ഇനി ഈ കുട്ടീനെ കളിക്കാൻ പറ്റരുത്, വലിയ പ്രശ്നമാണ്, ഇവൻ മരിക്കാൻ സാധ്യതയുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ലോകത്തിന്റെ മുമ്പിൽ ഫുട്ബോളിന്റെ ചക്രവർത്തി ആയിരിക്കുന്ന വലിയ മനുഷ്യനാണിത്. ഇവനോ? ഞാനല്ല. ഇതല്ല ഈ നിൽക്കുന്ന മെസ്സി.